പിതാവിനെ മകൻ കൊലപ്പെടുത്തി. പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പിതാവിന്റെ സമ്മർദ്ദമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് മകൻ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. നീറ്റ് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പിതാവ് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് താൻ അച്ഛനെ കൊലപ്പെടുത്തിയത്. ആ മകൻ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അതേസമയം ക്രൂരമായ കൊലപാതകത്തിന് ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് വീട്ടിനുള്ളിലെ ഡ്രമ്മിൽ ഒളിപ്പിച്ചു. ലക്നൌവിലാണ് സംഭവമുണ്ടായത്. വർദ്ധമാൻ പാത്തോളജി ഉടമയായ മാൻവേന്ദ്ര പ്രതാപ് സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ അക്ഷത് പ്രതാപ് സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 20 മുതൽ മാൻവേന്ദ്ര സിംഗിനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മകൻ അക്ഷതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതക വിവരം വീട്ടുകാരും അറിഞ്ഞത്. +2 ബയോളജി പഠിച്ചിരുന്ന അക്ഷത് നിലവിൽ BCom വിദ്യാർത്ഥിയാണ്. എന്നാൽ മകൻ ഡോക്ടറാകണമെന്ന ആഗ്രഹത്താൽ നീറ്റ് പരീക്ഷയ്ക്ക് പഠിക്കാൻ പിതാവ് നിരന്തരം നിർബന്ധിക്കുകയും വഴക്കു പറയുകയും ചെയ്തിരുന്നു. ഇതേ ചൊല്ലി സംഭവ ദിവസം വീട്ടിലുണ്ടായ തർക്കത്തിനൊടുവിൽ അക്ഷത് തോക്കെടുത്ത് പിതാവിനെ വെടിവെക്കുകയായിരുന്നു. 2018 അമ്മ മരിച്ചതിനെ തുടർന്ന് പിതാവിനൊപ്പം അതുപോലെ തന്നെ സഹോദരിക്കൊപ്പവുമാണ് അക്ഷതിന്റെ താമസം. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനായി ക്രൂരമായ നടപടികളാണ് പിന്നീട് ആ മകൻ ചെയ്തു കൂട്ടിയത്. വീടിന്റെ 3ാം നിലയിൽ വെച്ച് നടത്തിയ കൊലപാതകത്തിന് ശേഷം മൃതദേഹം താഴത്തെ നിലയിലെത്തിച്ച് കഷ്ണങ്ങളാക്കി മുറിക്കുകയായിരുന്നു. ശരീരഭാഗങ്ങളിൽ ചിലത് സധോരണ ഗ്രാമത്തിന് സമീപം ഉപേക്ഷിക്കുകയും ബാക്കിയുള്ളവ വീട്ടിനുള്ളിലെ പ്ലാസ്റ്റിക് ഡ്രമ്മിൽ ഒളിപ്പിക്കുകയും ചെയ്തു. പോലീസ് നടത്തിയ പരിശോധനയിൽ വീട്ടിനുള്ളിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെടുത്തു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും നിയമ നടപടികൾ ആരംഭിച്ചതായും DCP വിക്രാന്ത് വീർ അറിയിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പെൻസിൽവേനിയയിൽ വളർത്തച്ഛനെ വെടിവെച്ചു കൊന്ന കുറ്റം ചുമത്തപ്പെട്ട 11കാരനെ മുതിർന്നവർക്കുള്ള വിചാരണയ്ക്ക് വിധേയനാക്കാൻ കോടതി ഉത്തരവിട്ടു. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയായി പരിഗണിച്ചുള്ള വിചാരണ വേണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഡീഡ്സ് എന്ന് കോടതി രേഖകളിൽ പറയുന്ന കുട്ടി ആദ്യമായി കോടതിയിൽ ഹാജരായത്. എന്നാൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിച്ചില്ല. കോടതി രേഖകൾ പ്രകാരം ജനുവരി 13 അർദ്ധരാത്രിക്ക് തന്റെ ജന്മദിനാഘോഷത്തിന് ശേഷം വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന വളർത്തച്ഛൻ ഡീഡ്സിനെ കുട്ടി തലയിൽ വെടിവെച്ചു കൊന്നു എന്നാണ് ആരോപണം. ബെഡ്റൂമിലെ സേഫിൽ സൂക്ഷിച്ചിരുന്ന റിവോൾവർ കുട്ടി കൈവശപ്പെടുത്തി ഉപയോഗിച്ചു എന്നാണ് പോലീസ് പറയുന്നത്.